നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു, അല്ലമീനും റോഷിപാലും. ആദ്യം ഞാൻ അല്ലമീനിലേക്ക് പോകുന്നു. അല്ലമീൻ, UDF ക്യാമ്പിലുള്ള ആത്മവിശ്വാസത്തിന് അവർക്ക് അവകാശമുണ്ട്. കാരണം പാലക്കാട് മണ്ഡലം പുനർനിശ്ചയിച്ചതിനു ശേഷം ലഭിച്ച ഏറ്റവും വലിയ വിജയം, റെക്കോർഡിട്ട ഭൂരിപക്ഷം 18,000 എന്നുള്ളത് സ്വപ്നതുല്യമായ വിജയം. ഈവൻ ഷാഫി പറമ്പിലിൻ്റെ പോലും ഭൂരിപക്ഷത്തെ മറികടന്നാണ് അല്ലമീൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് നേടിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് UDF നേതാക്കൾ വിശദീകരിക്കുന്നത് വിജയത്തിൻ്റെ ഭാഗമായി? നമുക്കൊന്ന് നോക്കാം. അല്ലമീൻ, ഇപ്പോൾ ക്യാമ്പ് നടക്കുകയാണെന്നറിയാം. ഏതൊക്കെ കോണുകളിൽ ഏതൊക്കെ ഘടകങ്ങൾ അനുകൂലമായി എന്നാണ് UDF വിശദീകരിക്കുന്നത്? അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഈ പോളിംഗ് ബൂത്തിലുള്ള ബൂത്ത് കണക്കുകൾ ശേഖരിച്ചതിന് ശേഷം വിലയിരുത്തിയത് അന്ന് മുതൽ അവർ പറയുന്നത് കൃത്യമായി UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം മണ്ഡലത്തിലുണ്ട്. UDF-ന് വിരുദ്ധമായി ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം മണ്ഡലത്തിൽ നിലവിലില്ല എന്നുള്ളതായിരുന്നു നേതാക്കളൊക്കെയും വിശദീകരിച്ചിരുന്നത്. ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്തുണ്ട്, ഒപ്പം UDF-നെതിരെ ഉന്നയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതൊന്നും അടിസ്ഥാനമില്ല എന്ന് തെളിഞ്ഞതോടുകൂടി അതും അനുകൂല ഘടകങ്ങളായി മാറി എന്നുള്ളത് UDF വിലയിരുത്തിയിരുന്നു. അതെല്ലാം വോട്ടായി മാറുമെന്നുള്ളത് തന്നെയായിരുന്നു അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ പൂവണിയും വിധത്തിലുള്ള ഒരു ഭൂരിപക്ഷമാണ് ഇപ്പോൾ. നമുക്ക് രാഹുലിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. രാഹുലെ, കഴിഞ്ഞ ദിവസമൊക്കെ കാണുമ്പോൾ ഒരുമിച്ച് കാണാം. നമുക്ക് ഈ വണ്ടിക്കകത്ത് സൗകര്യം ഒരുമിച്ച് കാണാം. ഏതായാലും വലിയ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായിരിക്കുന്നു. ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് അവർ പറയുന്നത് എല്ലാ തരത്തിലും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഉയർന്നു വന്ന വിവാദങ്ങളൊന്നും തന്നെ ആ അർത്ഥത്തിൽ തങ്ങൾക്കെതിരായി ഏശിയിട്ടില്ല, തങ്ങൾക്കെതിരായി അത് മാറിയിട്ടില്ല എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെല്ലാം അനുകൂലമായിട്ടുണ്ട്. ഒപ്പം BJP കോട്ടകളിൽ ഉൾപ്പെടെ കടന്നു കയറാൻ UDF-നായി എന്നുള്ളത് അവർ പറയുകയാണ്. CJP മുന്നണി എന്ന രീതിയിൽ അവർ കോലീബി സഖ്യത്തിനെതിരായിട്ട് ഒരു പദം അവർ പ്രയോഗിക്കുകയും അത് വലിയ രീതിയിൽ പ്രചരണായുധമാക്കുകയും ചെയ്തിരുന്നു. BJP-യും CPM-ഉം തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു CJP എന്നുള്ള ഒരു പദം അവർ രൂപീകരിച്ചത്. സ്വാഭാവികമായും അതെല്ലാം തങ്ങൾക്ക് ഗുണം ചെയ്തു. BJP-യുടെയും അതുപോലെ തന്നെ CPM-ന്റെയും ഇടപാടുകളൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം ന്യൂനപക്ഷ മേഖലകളിൽ നിന്ന് കൃത്യമായുള്ള ഒരു വോട്ടുകളുടെ ഒരു ഏകീകരണം കൃത്യമായി ഉണ്ടായി എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ആ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിലേക്ക് തങ്ങളെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് കൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. ഏതായാലും UDF ക്യാമ്പ് നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ തന്നെ പല നേതാക്കളും പറഞ്ഞത് സരിൻ വലിയ രീതിയിൽ പ്രകടനം നടത്തിയാൽ, സരിൻ വലിയ മുന്നേറ്റം ഇടത് ക്യാമ്പ് നടത്തിയാൽ ഒരു 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതായിരുന്നു ചിലരുടെ പ്രതികരണം, ചില നേതാക്കളുടെ പ്രതികരണം. ഇനി അതല്ല, ഇടതുപക്ഷം പഴയതുപോലെ മുൻപ് എങ്ങനെയാണോ അവരുടെ ഒരു മുന്നേറ്റം നടത്തിയത് ആ രീതിയിലാണ് മുന്നേറ്റം മുന്നോട്ട് പോകുന്നതെങ്കിൽ 12,000 മുതൽ 15,000 വരെ വോട്ടുകൾ നേടുമെന്നുള്ളതായിരുന്നു നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ഒരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 15-നും 20-നും ഇടയിൽ വരെ വോട്ടുകളിലേക്ക് എത്തുമെന്നുകൂടി നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അരുൺകുമാർ. ഓക്കെ, അല്ലമീൻ, വളരെ കൃത്യമാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഗെയിൻ സ്വന്തമാക്കിയിരിക്കുന്നത് UDF എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ആക്ഷേപങ്ങൾ, വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടായെങ്കിലും ആ വിവാദങ്ങളെയൊക്കെ മറികടന്നാണ് UDF ഈ സ്വപ്നസമാനമായ ചരിത്രം തിരുത്തിക്കുറിച്ച് വിജയം നേടിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ CPM ഉയർത്തിക്കൊണ്ടുവന്ന പ്രചരണ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ CPM-ന് തന്നെ വിനയാവുകയായിരുന്നു. ബൂമറാങ് പോലെ അതുതന്നെയാണ് നേതാക്കളൊക്കെയും പറയുന്നത്. കാരണം ജനകീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ പലതരത്തിലുള്ള വിവാദങ്ങൾ, അത് ഇടതുപക്ഷവും BJP-യും ഒരുപോലെ പല തന്ത്രങ്ങൾ മെനഞ്ഞു. ആ തന്ത്രങ്ങൾ അത് ഇടതുപക്ഷവും അതുപോലെ BJP-യും പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ UDF-നെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായിട്ടാണ് അതിനെയൊക്കെയും UDF നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിവാദങ്ങൾ, ആ ആരോപണങ്ങൾ, ആ ആക്ഷേപങ്ങൾ അതെല്ലാം UDF-ന് അനുകൂലമായി എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ആ വലിയ പ്രതീക്ഷ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ടെസ്റ്റുകളും സൂപ്പർ ടെസ്റ്റുകളും ഒക്കെ വലിയ രീതിയിൽ പ്രചരണ കാലയളവിൽ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ മറികടന്ന് വലിയ ഒരു ഭൂരിപക്ഷത്തോടുള്ള വിജയം നേടിയതിന്റെ ആഘോഷം നമുക്കത് കാണാം. തുറന്ന ജീപ്പിൽ അവരുടെ റോഡ് ഷോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫിയുടെ രാഹുലിന്റെ ഫോട്ടോയൊക്കെ വെച്ച കേക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. ഒപ്പം ഷാഫിയും അതുപോലെ തന്നെ രാഹുലും VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളൊക്കെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. വലിയ പ്രവർത്തക പങ്കാളിത്തവും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. CPM-ഉം അതുപോലെ എതിരാളികളും ഓരോ ഘട്ടത്തിലും ഉയർത്തിവിട്ട ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി ഏറ്റവും
ഒടുവിൽ വന്ന പത്രപരസ്യം ഉൾപ്പെടെ തങ്ങൾക്ക് അനുകൂലമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു തന്ത്രം അവർ മെനഞ്ഞെങ്കിലും ആ തന്ത്രമെല്ലാം പാളിപ്പോയി എന്നുള്ളത് കൃത്യമായ ഒരു വിലയിരുത്തൽ തന്നെയാണ് അവർക്കുള്ളത്. ഏതായാലും UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒന്നായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പാലക്കാട് സരിന്റെ കൊഴിഞ്ഞുപോക്ക്, ഷാനിബിന്റെ കൊഴിഞ്ഞുപോക്ക്, ഷാഫിക്കെതിരെയും VD സതീശിനെതിരെയും ഉൾപ്പെടെ സരിനും ഷാനിബുമൊക്കെ തുറന്നു പറഞ്ഞ നിലപാടുകൾ, അതെല്ലാം അതിനൊക്കെയുള്ളൊരു മറുപടിയായി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവർ കാണുന്നത്. ഇത് കേവലം രാഹുലിന്റെ മാത്രം ഒരു വിജയമായിട്ട് ചുരുക്കി കെട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇത് രാഹുലിന്റെ വിജയമാണ്, അതോടൊപ്പം ഷാഫി പറമ്പിലിന്റെ വിജയമാണ്, അതോടൊപ്പം VD സതീശിന്റെ വിജയമാണ്, അതോടൊപ്പം കോൺഗ്രസിന്റെ ഒന്നാകെയുള്ള വിജയം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട്ടെ കോൺഗ്രസിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു പൊട്ടിത്തെറികളും അനുകരണങ്ങളും ഒക്കെയാണ് പല വിധത്തിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഏതായാലും അതിനെയൊക്കെ മറികടക്കാൻ ഈ വിജയത്തിലൂടെ ആയി എന്നുള്ളതാണ്. നൃത്തച്ചുവടുകൾ തീർത്തുകൊണ്ട് രാഹുലും ഷാഫിയും ഒക്കെ നൃത്തച്ചുവടുകൾ തീർത്തുകൊണ്ടാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. രാഹുൽ നമ്മളന്ന് കണ്ടതാണ്, ചേലക്കരയിൽ പോയപ്പോൾ വലിയ തരത്തിൽ നൃത്തച്ചുവടുകൾ തീർത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നിപ്പോൾ വലിയ രീതിയിൽ ഷാഫിയും ഒപ്പം തുള്ളിച്ചാടുന്ന ഒരു കാഴ്ച. രാഹുലും അതുപോലൊപ്പം ചുവടുകൾ തീർക്കുന്നു. PK സുരേഷ് ഉൾപ്പെടെ നേതാക്കളൊക്കെ വല്ലാത്ത ആഘോഷത്തിലും വല്ലാത്ത ആവേശത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ചിരുന്ന ഒരു വിജയം നേടിയെന്നതിനപ്പുറത്തേക്ക് എതിരാളികൾക്ക് നൽകാനായ ശക്തമായ ഒരു മറുപടിയായി കൂടി, രാഷ്ട്രീയ മറുപടിയായി കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവർ നോക്കിക്കാണുകയാണ്. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആ രീതിയിൽ ആഘോഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും അവർക്ക് ചെയ്യാനില്ല. പ്രത്യേകിച്ച് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ളതായിരുന്നു നേതാക്കളൊക്കെയും പറഞ്ഞു. ഷാഫി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് നേതാക്കൾ തന്നെ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഈ വിജയരഥത്തിലുണ്ട് എന്നതാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാം. VD സതീശൻ ഒഴിച്ച് KPCC പ്രസിഡന്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നേതാക്കളും ഇപ്പോൾ ആ വിജയരഥത്തിലുണ്ട്. ഇടത്തും വലത്തുമായി ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും നിൽക്കുന്നു. അല്ലമീൻ സൂചിപ്പിച്ചതുപോലെ ഈ തിരഞ്ഞെടുപ്പ് VK ശ്രീകണ്ഠന്റെ വിജയമാണ്, VD സതീശന്റെ വിജയമാണ്, ഷാഫി പറമ്പിലിന്റെ വിജയമാണ്, അബിൻ വർക്കിയുടെ വിജയമാണ്, PK ഫിറോസിന്റെ വിജയമാണ്, PK നവാസിന്റെ വിജയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ UDF വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരുടെയും വിജയമായി തന്നെ നമുക്കതിനെ കണക്കാക്കേണ്ടി വരും.